പി.ജെ. കുര്യൻ അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു സംശയം പരക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. തെറ്റു പറയാൻ പറ്റും. പ്രജിത ചോദിക്കുന്നത് ഒരു ശരിക്കും ഒരു നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കോൺഗ്രസിനകത്ത് ഈ അസംതൃപ്തരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതിൽ ശശി തരൂർ പെടും, ഈ പറയുന്ന പി.ജെ. കുര്യൻ പെടും, നിരവധി നല്ല നേതാക്കൾ അതിനകത്തുണ്ട്. പി.ജെ. കുര്യൻ നല്ല നേതാവാണെന്നോ അല്ലെന്നോ എനിക്ക് അഭിപ്രായമില്ല, നമുക്ക് അഭിപ്രായമില്ല. കാര്യം പി.ജെ. കുര്യൻ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. ആ ബാക്ക് ഹിസ്റ്ററി അത് ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു വീക്ക് പോയിന്റ് ആണ്. അത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് തന്നെയാണ്. അപ്പോൾ പി.ജെ. കുര്യൻ എന്ന നേതാവ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ കണ്ട രീതിയിലുള്ള കോലാഹലമൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയും. കാര്യം എന്ന് വെച്ചാൽ എത്ര തന്നെ ആയാലും നീണ്ട നാളത്തെ ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി ഇന്നലെ വന്ന കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, അത് കോടതിയിൽ കേസ് വരെയായി കിടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. ഇന്ന് വരെ ഒരു യുവ സംഘടനയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് പോയതായിട്ട് പ്രീതിക്ക് അറിയാവും. ഇന്ന് വരെ അങ്ങനെ ഒരു യുവജന സംഘടനയുടെ വിജയവുമായി, പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ കോടതി കയറിയിട്ടില്ല. അങ്ങനെ കോടതി കയറി ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. പേര് രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടം, പി.ജെ. കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് പി.ജെ. കുര്യൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പി.ജെ. കുര്യൻ പറഞ്ഞു, നമുക്ക് ഇനിയിപ്പോ വരുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ ആണ്. ആ പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ ആണ്. നമ്മുടെ നേതാക്കളൊക്കെ TV കൂടെ കാണാനുള്ളൂ. ആരും ഒരു ബ്ലോക്കിൽ ചെന്ന് 10 പേരെയോ 15 പേരെയോ കൂട്ടി നമ്മുടെ പാർട്ടിയെ വിപുലീകരിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അത് ശരിയല്ലേ? എന്ത് തെറ്റാണുള്ളത്? കാര്യം എന്നിട്ട് അദ്ദേഹം ഒരു ഉപമ കൂടെ പറഞ്ഞു. നിങ്ങൾ കണ്ടോ SFI അവിടെ പ്രകടനം നടത്തിയത് സെനറ്റ് ഹാളിൽ? SFI നടത്തിയ പ്രകടനം എന്ന് പറയുന്നത് ഭാരതാംബ വിഷയത്തിലാണ്. അതായിക്കോട്ടെ, രാഷ്ട്രീയ മുതലെടുപ്പ് ആയിക്കോട്ടെ, SFIയെ നമുക്കിവിടെ പ്രകീർത്തിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പോയിന്റ് അല്ലേ? നമ്മളിപ്പോൾ അദ്ദേഹം ഒരു വയസ്സായ ആളാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ എത്രയെങ്കിലും വർഷം, അതായത് എത്ര തവണ KV തോമസ് MP ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കുറഞ്ഞത് 6 തവണ MP ആയി. 6 തവണ MP ആയി. പി.ജെ. കുര്യൻ, KV തോമസ് അല്ല, പി.ജെ. കുര്യൻ, ക്ഷമിക്കുക. അതെ, ഈ പറയുന്ന പോലെ അതും ഇതേപോലെ സെയിം കഥാപാത്രമാണ്. അതുകൊണ്ടാണ് അറിയാതെ ആ പേര് വന്നത്. അറിയാമല്ലോ, KV തോമസിന്റെ കഥ അറിയാമല്ലോ. അറിയാതെ ആ പേര് വന്നു പോയതാ. കാര്യം ഇതെല്ലാം ഒരേ ശ്രേണിപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ പി.ജെ. കുര്യൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം പ്രൊഫസറും കൂടെ ആയിരുന്നു, അറിയാമല്ലോ. 6 തവണ MP ആയി, കേന്ദ്രമന്ത്രിയുമായി, പിന്നെ രാജ്യസഭയിൽ ഉപാധ്യക്ഷനൊക്കെ ആയി. അപ്പോൾ ഒരു പാർട്ടി കൊണ്ട് നേടാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം നേടി. ശരിയാണ്. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് ഒരു തെറ്റുമില്ല. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, SFIയുടെ ഒരു പ്രകടനം പറഞ്ഞല്ലോ, അതുപോലെ ഒരു പ്രകടനം നടത്താൻ, അതായത് ഇളക്കി മറിച്ചൊരു പ്രകടനം നടത്താനായിട്ട് ഈ പറയുന്ന ഈ സംഘടനയിലെ ഒരു നേതാക്കളും ഉണ്ടായില്ലല്ലോ. എത്രയോ വിഷയങ്ങളുണ്ടായി. കാര്യമായ ഒരു സമരം ഞാനോ നിങ്ങളോ ഈ സമൂഹമോ കണ്ടോ ഇവിടെ? അല്ലെ, ഒരു പക്ഷേ നേരെ തിരിച്ചായിരുന്നെങ്കിലോ? പ്രതിപക്ഷത്തിരുന്നെങ്കിൽ കേരളം കത്തുമായിരുന്നു, എടുത്ത് പൊക്കിയിട്ടനെ അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ്? ഒരു തെറ്റുമില്ല. അപ്പോ തദ്ദേശം വരുമ്പോ അങ്ങനെ തന്നെയല്ലേ പ്രവർത്തനങ്ങൾ നേതാക്കൾ നടത്തേണ്ടത്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ബ്ലോക്ക് തലത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ ഒക്കെ തന്നെ, പഞ്ചായത്തുകളിലൊക്കെ ചെന്ന് ആളെ കൂട്ടണം. അല്ലാതെ TV വന്നിരുന്ന് വാചകം അടിക്കണം എല്ലാ കാര്യം എന്ന് പറഞ്ഞപ്പോ, റീൽസ് ഇട്ടുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞപ്പോ അത് അദ്ദേഹത്തിന് കയറിക്കൊണ്ടു. എന്നിട്ട് ഇന്നലെയുള്ള പ്രസ്താവന രമേശ് അതിന് തിരിച്ചടിച്ചു. രമേശ് പറഞ്ഞു, ഒരു പഴയ കുര്യൻ സാർ പറഞ്ഞത് ശരിയാണ് എന്ന്. കാര്യം രമേശ് പറഞ്ഞാൽ രാഷ്ട്രീയം വേറൊന്നാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രമേശ് അങ്ങനെ ഒരു നല്ല ബുദ്ധിയോടെ പറഞ്ഞതൊന്നുമല്ല. കാര്യം രമേശിന് ഇപ്പോൾ VD സതീശനെ എതിർത്ത് നിൽക്കേണ്ട രമേശന്റെ ആവശ്യമാണ്. കാര്യം VD സതീശനാണല്ലോ ഈ കാണുന്ന മാങ്കൂട്ടത്തിനെയും മരക്കൂട്ടത്തിനെയൊക്കെ ഇത്രയൊക്കെ എടുത്ത് പൊക്കി വെച്ചേക്കുന്നത്. അപ്പം മാങ്കൂട്ടവും മരക്കൂട്ടവും എന്ത് കണ്ടുകൊണ്ടാണ് ഈ കിടന്ന് നിഗളിക്കുന്നതെന്ന് ചോദിച്ചാൽ തന്റെ പിന്നിൽ ആളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇന്നലെ അദ്ദേഹം വളരെ ആ പറഞ്ഞതിനെ വളരെ മോശമായിട്ടാണ് മാങ്കൂട്ടം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തിരിച്ച് റിപ്ലൈ പറഞ്ഞത്. ഒരിക്കലും വന്ന വഴി ആലോചിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. കോടതിയിൽ പോയി കോടതിയിൽ ഇപ്പോഴും കിടക്കുന്ന കള്ള വോട്ട്, കള്ള ഐഡന്റിറ്റി ഉണ്ടാക്കുക, അങ്ങനെ ജയിക്കുക, അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അതിനെ ഞങ്ങൾ പുച്ഛത്തോടെ തള്ളുന്നു എന്നൊക്കെയാണ് അത് ആ പറയുന്ന രാഹുൽ. മുതിർന്ന നേതാവാണ്. പ്രവർത്തനം മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ഉപദേശത്തിന് അങ്ങനെയാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയ്ക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. അഹങ്കാരം മൂലം സ്ഥിരബുദ്ധി നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും അഹങ്കാരം കൊണ്ട് കണ്ണിൽ തിമിരം കയറി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഈ പറയുന്ന പോലെ
രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഈ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു പറഞ്ഞതിന്റെ ഫലമായിട്ട് കോൺഗ്രസിനകത്ത് അത്യാവശ്യം എന്നിട്ട് കുര്യൻ തിരിച്ചു പറഞ്ഞു. കുര്യൻ പ്രശ്നം ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്കതിൽ വേറൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ്സിൽ ഈ പറയുന്ന അപ്പം സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് എങ്കും തൊടാത്ത രീതിയിൽ സംസാരിച്ചു. നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. കുര്യൻ ഇപ്പോ 10 വർഷത്തില് കഴിഞ്ഞ 10 വർഷമായിട്ട് കുര്യൻ ആകെ തലവേദനയാണ്. മോദിക്ക് കുര്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു ഉപരാഷ്ട്രപതി ആക്കണമെന്ന് വരെ മോദി അദ്ദേഹത്തിന് ആഗ്രഹിച്ചിരുന്നു. 2014 അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹം 6 തവണ MP ആയതാണ്, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്. മോദി അധികാരത്തിൽ വന്നത് മുതൽ തന്നെ ഇദ്ദേഹം രാജ്യസഭയിൽ ഉപാധ്യക്ഷനായി സ്പീക്കറായൊക്കെ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ അല്ല സ്പീക്കർ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായി ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് ഹിന്ദിയിൽ സംസാരിച്ച് സഭയിൽ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ഇരുത്തുന്ന ഒരു നല്ല അധ്യക്ഷനായിരുന്നു രാജ്യസഭയിലെ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തൻ്റെ പിന്നിൽ ആളുണ്ടെന്നും പിന്നെ അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സാറെന്ന് വിളിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം മറ്റേ ശ്രീ സൂര്യനെല്ലിക്കേസ് ഓർമ്മിപ്പിക്കരുത്, സൂര്യനെല്ലിക്കേസൊക്കെ അറിയാമല്ലോ. അദ്ദേഹം അത് ആസ് എ പേഴ്സൺ നമ്മളിപ്പോ മോഹൻലാൽ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യം. തീർച്ചയായിട്ടും നമ്മളിപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ചുമ്മാ ഓരോരുത്തർ എന്തെല്ലാം പറയും, അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ച് പേഴ്സണലി ഉള്ള കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പരിചയം, പ്രവർത്തന പരിചയത്തെ ഒരു രാഹുൽ മാങ്കൂട്ടമോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന മറ്റാരും വിചാരിച്ചാലോ തകർക്കാൻ കഴിയില്ല. ഇന്നും പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്നത്തെ പിള്ളേർക്ക് ഒരു പിള്ളേർക്കും കാണാൻ സാധ്യതയില്ല. എന്ന് വെച്ചാലേ ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞതിൽ പ്രീത തുടക്കത്തിൽ ചോദിച്ച പോലെ തന്നെ എന്ത് തെറ്റിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സാധാരണക്കാരായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയ നിരീക്ഷകരും വേണ്ട, എന്ത് തെറ്റ് ഇവർ TV യിൽ വന്നിരുന്ന് ഈ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ എന്നൊക്കെ പറയുന്നതും കുറെ അച്ചടി വടിവത്ത ഭാഷകളും. ഒരു BMR ഷബീർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം അയാൾ വന്നിരുന്ന് പറയുന്നതൊക്കെ കേൾക്കണം. വേണം അദ്ദേഹം ഒന്നും പോലും പറയേണ്ട കാര്യമില്ല, വന്നിരുന്ന് പറയുന്നതൊക്കെ കേൾക്കണം. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഇവരെല്ലാവരും ഞാൻ പറയട്ടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ പറയുന്ന കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കി ഇട്ടിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ നിന്നിപ്പോൾ ഡാൻസ് കളിക്കുന്നത്, ഈ ബ്ലോഗ് എടുക്കുന്നത് അല്ലെ, ബ്ലോഗ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ ആൾക്കാർ വന്നു ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ നമ്മുടെ കാരണവർ തന്നെ പിന്നെ നമുക്കായിട്ട് ഉണ്ടാക്കിയിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ലേ, അതിലല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലെ. അതൊക്കെ ഇവർ ഓർക്കണ്ടേ. കാരണവരില്ലാതെ നമ്മൾ ഈ ലോകത്ത് ജനിക്കൂ ഇല്ലല്ലോ. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്. കാര്യം അതിനെ അനുകൂലിച്ച് രമേശ് പറയുകയാണെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയമാണ്. ഇനി ബാക്കിയുള്ളവരൊക്കെ തന്നെ എതിർത്തും മറുത്തും പറയുകയാണെങ്കിലും ആ പിന്നെ PJ കുര്യന്റെ സ്റ്റേറ്റ്മെന്റിനെ ഈ പറയുന്ന പോലെ പുച്ഛിച്ചു തള്ളുന്നു എന്നൊന്നും രാഹുൽ മാങ്കൂട്ടം പറയേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ അടുത്ത് വരുന്ന ഈ സന്ദർഭത്തിൽ കോൺഗ്രസിന് അതും അദ്ദേഹം പറഞ്ഞ മറ്റു വേറെ ഒരു കാര്യമില്ല, മറ്റൊരു തരത്തിലുള്ള ഒരു വിഷയത്തിലേ അദ്ദേഹം പ്രതിപാദിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് വരുന്ന തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ആ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഭരണ നേട്ടത്തിലേക്ക് ഭരണം കൈയാളാനായിട്ട് അതായത് ഇനി ഗ്രാസ് റൂട്ട് ലെവൽ പണിയെടുക്കണമെന്നുള്ള കാര്യം മാത്രമാണ് PJ കുര്യൻ പറഞ്ഞത്. അതല്ലാതെ നീയൊക്കെ പോയി വെറുതെ അടി വാങ്ങിയിട്ട് വാ കാണിക്കാൻ അതൊന്നും അല്ല. ഒരു കാര്യം പറഞ്ഞു, SFI സമരത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു, നമ്മൾ SFI പോലെ അഗ്രസീവ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആ പ്രസംഗത്തില്. അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ദീർഘവീക്ഷണത്തോടെ കാണണം. 10 വർഷം നമ്മള് പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകെ, നിങ്ങളുടെ എന്നല്ല നമ്മുടെ പാർട്ടിയുടെ കാര്യം കട്ടപ്പോകയാണ്. അതുകൊണ്ട് നേതാക്കളൊക്കെ ഈ TV യിൽ വന്നിരിക്കുന്നതല്ലാണ്ട് ഒന്ന് വിയർത്ത് പണിയെടുക്കണം. വിയർപ്പ് ഒഴുക്കി പണിയെടുത്താൽ നമുക്ക് ഭരണത്തിൽ കയറാനുള്ള സാധ്യതകളുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയല്ലേ ചെയ്ത ഈ ചെറുപ്പക്കാരെ. അദ്ദേഹത്തെ അത്രയും അപമാനിക്കേണ്ട ആവശ്യം എന്താണ്? അതൊരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ തിരുത്തി കൊടുക്കേണ്ടതല്ലേ? അതാ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന VD സതീശൻ നാളെ VD സതീശനും PJ കുര്യന്റെ പ്രായത്തിലെത്തും. അന്നും ഈ VD സതീശന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. അന്ന് VD സതീശനോട് എന്ത് പറയും? VD സതീശന് ഈ പറയുന്ന പോലെ ഓരോരുത്തരെ ചരട് വലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആയാലും മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട്. അല്ല, അതിനകത്ത് നമ്മള് ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെയല്ല ഇന്നത്തെ ചെറുപ്പം എന്ന് പറയുന്നത്. യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ വയസ്സായവരെ ഇഷ്ടമാവണമെന്നില്ല. യങ്സ്റ്റേഴ്സിന് വയസ്സായവരെ ഇഷ്ടമല്ലാതിരിക്കണമെങ്കിൽ ചിലപ്പോൾ കയ്യിലിരിപ്പിന്റെ കൂടി കൊണ്ടാവും. പക്ഷെ ഈ പറയുന്നത് കൃത്യമായ ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിനെ മാനിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ വയസ്സിന്റെ അല്ല, പ്രായത്തെ അല്ല, അവരുടെ പ്രവൃത്തിയെയാണ് നമ്മൾ മാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ
പ്രവൃത്തി പരിചയത്തെയാണ് മാനിക്കേണ്ടത്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ കാര്യം വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഈ പറയുന്ന പോലെ അദ്ദേഹം തുടങ്ങിയുള്ളവർ ഉണ്ടാക്കിയിട്ട പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത്രത്തോളം പുച്ഛിച്ച് രാഹുൽ മാങ്കൂട്ടം പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയത്തിന്റെ വയസ്സ് അത്ര പോലും പകുതി വയസ്സ് പോലും ആകാത്ത രാഹുൽ മാങ്കൂട്ടം ഇത് പറയുമ്പോൾ ഇതിനകത്ത് മുതിർന്ന നേതാക്കളൊക്കെ നിശബ്ദരാണ്. AK ആന്റണി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചിലരൊക്കെ തന്നെ എങ്ങും തൊട്ടും തൊടാതെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും ഉയർത്തിയ ഷാഫി 2 തവണ KSU പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഷാഫി പൊങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരെയും പൊക്കി വിട്ടിട്ടില്ല. ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് വന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് ഇതിലൂടെ സ്വന്തം കുഴി തോണ്ടുകയാണ് എന്നുള്ളതാണ് തീർത്തും വ്യക്തം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറയുന്ന രീതിയിൽ നിയന്ത്രണമില്ലാത്ത എടുത്തുചാടിയുള്ള സംസാരവും പ്രവൃത്തിയും പോലീസുകാരെ തന്നെ കാണിച്ചു തരാം, താൻ അടുത്ത ഭരണം വരുമ്പോൾ കാണും. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ ഒരുപാട് സമരം കണ്ടിട്ടുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ SFIയുടെയും ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന നേതാവ് മുതലുള്ളവരുടെ, സുകന്യ എന്ന കണ്ണൂരുകാരി നേതാവ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുടെ സമരങ്ങൾ കാണാനുള്ള ഒരു അവസരമല്ല കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പോലെ അടുത്തൊരു ഭരണം വരട്ടെ, നിന്നെയൊക്കെ കാണിച്ചു തരാം എന്ന് പോലീസിനോട് കയർത്തതായി ഒരു നേതാവിനെയും KSUവിലും ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഞാനെന്നല്ല, തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകരും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ അത്രയും അഹങ്കാരത്തോടെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, പിന്നെ രണ്ടാമത് പ്രീത പറഞ്ഞ പോലെ പ്രായം ഒരു മാനദണ്ഡമൊന്നുമല്ല. ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കും, പ്രായം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി വേണം സംസാരിക്കേണ്ടതെന്നുള്ള ഒരു വസ്തുത, അത് കറക്റ്റാണ്. പക്ഷേ ഈ പറയുന്ന PJ കുര്യനെ ആന മെലിഞ്ഞു എന്ന് കണ്ട് തൊഴുത്തിക്കെട്ടാനൊന്നും പറ്റില്ല. ഞാൻ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിക്കാം. PJ കുര്യൻ ഉണ്ടല്ലോ, ഈ ബെന്നി ബെഹനാനോ അല്ലെങ്കിൽ പോട്ടെ ആന്റോ ആന്റണിയാണ് അവിടെ നിന്ന് MP ആയിരിക്കുന്നത്. ഈ പള്ളിയിലും സമുദായത്തിലൊക്കെ എന്ത് ഹോൾഡ് എന്നറിയാവോ PJ കുര്യന്? പള്ളിയിൽ അച്ഛന്മാരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പ്രാർത്ഥനയ്ക്ക് വരുന്ന കുടുംബങ്ങളോട് എല്ലാം പറയും, നമ്മുടെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. ആന്റോ ആന്റണി ഇത്രയും കാലം ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? പത്തനംതിട്ട ഈ കുര്യനും കൂടെയൊക്കെ സഹായിച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥികളെ പത്തനംതിട്ടയിൽ നിയമസഭയിൽ നിങ്ങൾ നിർത്തിയില്ല. പത്തനംതിട്ടയൊക്കെ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏരിയയാണെന്ന് നമുക്ക് കരുതാൻ കഴിയും? ഒരിക്കലുമല്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്ന് കുത്തുന്ന ആൾക്കാരേ അല്ല അവിടെ ഉള്ളവർ, അവർ കൈപ്പറ്റിയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയത്? ഇപ്പൊ അവിടെ മാറിയിരിക്കുന്നു. മാറിയ വ്യവസ്ഥ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് അണികളെ അല്ലെങ്കിൽ കോൺഗ്രസ് അഭ്യുദയകാംക്ഷികളെ വെറുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണം ഇനി ഒരു 8 മാസത്തിനകത്ത് ഇത്തരത്തിൽ തമ്മിലടിച്ച് നമ്മൾ മറ്റേ ഈ പിന്നെ കൃഷ്ണന്റെ യദുകുലം എന്നൊക്കെ അല്ലെ, യാദവകുലം എന്ന് പറയുന്നത് പോലെ തമ്മിലടിച്ച് തീരത്തക്ക രീതിയിൽ കോൺഗ്രസ് തന്നെ CPMന് വരാനുള്ളൊരു വഴി ഇത്തരത്തിൽ തമ്മിലടിച്ച് തീർക്കുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടി വരും.